വടക്കേക്കര ഗവൺമെന്റ് മുഹമ്മദൻ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രശസ്ത ജനകീയ കർഷകൻ പ്രൊഫസർ തുണ്ടത്തിൽ രമേശന്റെ കൃഷിയിടം സന്ദർശിച്ചു. കാർഷിക സാങ്കേതിക വിദ്യാദിനത്തിലാണ് വിദ്യാർത്ഥികൾ സന്ദർശനം നടത്തിയത്. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളോടൊപ്പം കൃഷിയിടം സന്ദർശിക്കാനെത്തി. കാർഷിക സാങ്കേതിക വിദ്യാദിനത്തിൽ വടക്കേക്കര ഗവൺമെന്റ് മുഹമ്മദൻ LP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പ്രശസ്ത ജനകീയ കർഷകൻ പ്രൊഫസർ തുണ്ടത്തിൽ രമേശന്റെ കൃഷിയിടത്തിൽ സന്ദർശനം നടത്തിയത്. ഡ്രിപ്പ് ഇറിഗേഷൻ, ജൈവ കീടനാശിനികൾ ഉൾപ്പെടെ വിവിധ കാർഷിക സാങ്കേതിക വിദ്യകളെപ്പറ്റി രമേശൻ മാസ്റ്റർ കുട്ടികളോട് സംവദിച്ചു. അവർ ഉത്പാദിപ്പിക്കുന്ന ഒരു വാസനയുള്ള സാധനം, അതാണ് ഫെറമോൺ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആണീച്ചകളെ പെണ്ണീച്ചകളെ അട്രാക്ട് ചെയ്ത് ആ ഫെറമോൺ ഇതിനകത്ത് വരുന്നുണ്ട്. കൃഷിയിടത്തിലെ വിവിധ കൃഷികളും കൃഷി രീതികളും അദ്ദേഹം കൃഷിയിടത്തിൽ വെച്ച് കുട്ടികളെ പരിചയപ്പെടുത്തി. പ്രധാന അധ്യാപിക NK മഹേശ്വരിയും സ്കൂൾ ലീഡർ KS ആരാധ്യയും ചേർന്ന് അദ്ദേഹത്തെ ആദരിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ EM നായിബ്, അധ്യാപകരായ TB സന്ദീപ്, റീതു ബാബു എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. നമ്മുടെ മനുഷ്യൻ തന്നെ അവൻ സ്ഥിരതാമസമാക്കിയത് കൃഷിക്ക് വേണ്ടിയാണ്. പക്ഷെ ആ കൃഷിയുടെ സംസ്കാരത്തെ കുറിച്ച് കുട്ടികൾക്കടക്കം വേണ്ടത്ര ധാരണയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് കാർഷിക സാങ്കേതിക ദിനമാണ്. ആ ദിനത്തില് കാർഷിക സാങ്കേതിക വശങ്ങളെ കുറിച്ച്, അതായത് കൃഷിക്ക് വേണ്ടി ഉള്ള സാങ്കേതിക വിദ്യകളെ കുറിച്ച് അറിയുവാൻ വേണ്ടി ഇവിടുത്തെ ഏറ്റവും ജനകീയ കർഷകനായിട്ടുള്ള രമേശൻ മാഷിന്റെ കൃഷിയിടത്തിലേക്ക് എത്തുകയും അദ്ദേഹവുമായി കുട്ടികൾ സംവദിക്കുകയും അദ്ദേഹത്തിന്റെ അറിവുകൾ പകർന്നു നൽകുകയും അതേപോലെ സാങ്കേതിക സംവിധാനങ്ങൾ, എങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാം, എങ്ങനെ വളം നൽകാം, എങ്ങനെ ജൈവ രീതിയിൽ സമൃദ്ധമായും അതേപോലെ പ്രായോഗികമായും കൃഷി ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ഒരു വളരെ മികച്ച ഒരു അനുഭവം പകർന്നു നൽകി അദ്ദേഹം കുട്ടികൾക്ക് നൽകുകയുണ്ടായി. സ്കൂളിലെ നിരവധി വിദ്യാർത്ഥികളാണ് കൃഷിയിടം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.